സ്ത്രീകളെ വഞ്ചിച്ച് UDF സർക്കാർ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകി UDF സർക്കാർ സ്ത്രീകളെ വഞ്ചിച്ചതായി ആരോപണം. അധികാരത്തിലേറി കേവലം ദിവസങ്ങളാവുമ്പോൾ വലിയ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ പ്രലോഭിപ്പിച്ച് അധികാരത്തിലേറിയ UDF സർക്കാർ പ്രഖ്യാപനം ചില ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ഒതുക്കി ജനങ്ങളെ പറ്റിക്കുന്ന സർക്കാർ നയത്തിനെതിരെ മാവേലിക്കരയിൽ പ്രതിഷേധവുമായി BJP മഹിളാ മോർച്ച. 140 നിയോജക മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ KSRTC ബസ് സ്റ്റാൻഡുകളുടെ മുന്നിലും കേരളത്തിലെ സ്ത്രീജനങ്ങളെ ഒന്നടങ്കം പറ്റിക്കുന്നതാണ് UDF സർക്കാരിന്റെ പുതിയ KSRTC യാത്രാ നയമെന്ന ആക്ഷേപം. തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു സൗജന്യ ബസ് യാത്ര. ചില ഓർഡിനറി ബസ്സുകളിൽ മാത്രമാക്കി ചുരുക്കിയ സർക്കാർ നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. വഞ്ചനാപരമായ നയത്തിനെതിരെ മാവേലിക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര KSRTC ബസ് ഡിപ്പോയ്ക്ക് മുന്നിൽ ശക്തമായ ധർണ സംഘടിപ്പിച്ചു. ധർണാ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV അരുൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാംദാസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ സ്ത്രീവിരുദ്ധ നയത്തിനെതിരെ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. മണ്ഡലം ജനറൽ സെക്രട്ടറിയായ K മോഹനകുമാർ, സുധീഷ് ചാങ്കൂർ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് പൊന്നമ്മ സുരേന്ദ്രൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ജീവൻ ചാലിശ്ശേരി, താര ബൈജു, മഞ്ജു സന്തോഷ്, വിജയകുമാർ പരമേശ്വരത്ത് എന്നിവരും കൌൺസിലർമാരായ N രാജൻ, ഉമ്മയമ്മ വിജയകുമാർ തുടങ്ങിയവരും യോഗത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു.